ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്കിലും ഗൂഗിൾ വിചാരിച്ചാൽ പലതും ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ രംഗത്തെ ഗൂഗിളിന്റെ മിടുക്ക് തെളിയിക്കാനുള്ള അവസരമാണ്. ജഡി, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. സത്യം കണ്ടെത്താനാവുന്ന പ്രതീക്ഷിക്കാം. ഞാൻ ഡ്രൈവറെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അയാൾ എയർപോർട്ടിൽ എത്തിച്ചോളും. എയർപോർട്ടിൽ നമ്മുടെ ആളുകൾ ഉള്ളതല്ലേ. ആളുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ഈ ചെയ്യുന്നതിനൊന്നും പ്രയോജനമില്ലാതെ വരും. ആദ്യം അത് മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ട ചെയ്യുക. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നീ ഇനി ഇത് പറയരുത്. കുറെ നാളായി എന്ത് പറഞ്ഞാലും നിന്റെ മറുപടി ഇതാണ്. ഞങ്ങൾക്കത് കേൾക്കണ്ട. ഡു വാട്ട് ഐ സെഡ്. ഹലോ, പോന്നല്ലേ? ഹലോ ഹലോ സാർ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 5 മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 5 മരണങ്ങളോ? ആക്സിഡന്റ് എന്തെങ്കിലും ആണോ സാർ? അല്ല, നോർമൽ ഡെത്ത് തന്നെയാണ്. പക്ഷേ മരണങ്ങളിൽ ചില സംശയങ്ങളുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. ഉടൻ JD വിവരം അറിയിക്കണം. യെസ് സാർ. ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. ആ സാർ, ഓക്കെ. ഓക്കെ. ദുർഗെ. എന്താ കിരൺ? ദുർഗ, ജോറി സാർ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? നമുക്കുടനെ എത്തണം. യെസ്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആണോ? നിങ്ങൾ വന്ന് ഞങ്ങളെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. അല്ലേ നാത്തൂനെ? അതെ, അതേതായാലും നന്നായി. നിങ്ങളെപ്പോലെ അല്ല ഞങ്ങള്. ഞങ്ങളുടെ സമയത്തിന് നല്ല വിലയുണ്ട്. ഒരുപാട് എൻഗേജ്മെന്റ്സ് മാറ്റി വെച്ചിട്ടാ ഇപ്പൊ വന്നിരിക്കുന്നത്. അതെ, വരുന്ന വഴിക്ക് തന്നെ എത്ര ഇമ്പോർട്ടന്റ് കോൾസാ പൃഥ്വിക്ക് വന്നത്, അല്ലേ പൃഥ്വി? ഏയ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, ദുർഗ എവിടെ? ദുർഗ വന്നില്ലേ? അത് പിന്നെ അവൾക്ക് നല്ല തലവേദന, അതുകൊണ്ട് എത്ര വിളിച്ചിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും ഗിരിജ ഒരുപാട് നിർബന്ധിച്ചതാ. വരുന്നില്ലെന്ന് ഒരേ വാശി. പെൺകുട്ടികൾക്ക് ഇങ്ങനെ വാശി തുടങ്ങി പിന്നെ എന്ത് ചെയ്യും? ദുർഗ എങ്ങനെ വാശി പിടിക്കുന്ന ആളല്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിനക്ക് എന്താ പൂർണിമേ? ദുർഗയ്ക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, നമ്മളെല്ലാരും ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് വലിയ സെലക്ഷൻ സെൻസ് ഒന്നും ഇല്ല. വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ അതെ. ഞാൻ ഏതായാലും ഒന്ന് വിളിക്കട്ടെ. ഒന്ന് ചെല്ല്, ഒന്ന് പോ. ദുർഗ നല്ല ഉറക്കായിരിക്കും. ചേച്ചി, ടൈം ആവുന്നു, പോവാം. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ വന്നോളാം. എങ്കി വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. വാ.
താനെന്താ ഫോൺ എടുക്കാത്ത? പൂർണിമ ചേച്ചിയാ. ഞാൻ എന്താ ഷോപ്പിങ്ങിന് ചെല്ലാത്തെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എന്നിട്ടെന്താ ഫോൺ എടുക്കാതിരിക്കുന്നത്? കോൾ എടുത്ത് സംസാരിക്കുക. അതല്ല കിരൺ, എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ചെറിയമ്മയും അപ്പച്ചിയും കൊണ്ടുപോയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പറയണ്ട, മറ്റെന്തെങ്കിലും പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒഴിവാക്ക്. ഏതായാലും ഫോൺ എടുക്ക്. ശ്ശെ. എടുക്കുന്നില്ല. ഹലോ ചേച്ചി. എന്താ ദുർഗ, താനെന്താ അവരുടെ കൂടെ ഷോപ്പിങ്ങിന് വരാഞ്ഞത്? അതെ ചേച്ചി, ഇന്ന് സ്കൂളിലൊരു ട്രെയിനിങ്. അത് മിസ്സാക്കാൻ പറ്റില്ല, അതാ വരാൻ പറ്റാത്തത്. എന്നിട്ട് ദുർഗയ്ക്ക് തലവേദനയാണെന്നോ മറ്റോ ആണല്ലോ ആന്റി പറഞ്ഞത്. ആ തലവേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് കുറവുണ്ട്. അതുകൊണ്ടാ സ്കൂളിലേക്ക് പോകുന്നത്. ദുർഗ വരാഞ്ഞതൊക്കെ ശരിയായില്ല. ഞാൻ ദുർഗ വരുന്ന പ്രതീക്ഷിച്ചിരിക്കായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഒഴിവാക്കാൻ പറ്റാത്ത ട്രെയിനിങ് ആയതുകൊണ്ടാ. പിന്നെ അവിടെ ബാക്കി എല്ലാരും ഉണ്ടല്ലോ. ശരി, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ചേച്ചി. ഓക്കെ. ചേച്ചിയോട് നുണ പറയേണ്ടി വന്നു. അത് സാരമില്ല, തന്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടല്ലേ. കിരൺ വാ. ഹോസ്പിറ്റലിൽ നടന്ന മരണങ്ങൾക്ക് പിന്നിൽ എന്തോ വലിയ ദുരൂഹതയുണ്ട്. സത്യം കണ്ടെത്താൻ നമുക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെയാണ്. എങ്കിലും ഗൂഗിൾ വിചാരിച്ചാൽ പലതും ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ രംഗത്തെ ഗൂഗിളിന്റെ മിടുക്ക് തെളിയിക്കാനുള്ള അവസരമാണ്. ജഡി, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. സത്യം കണ്ടെത്താനാവുന്ന പ്രതീക്ഷിക്കാം.